Hello, my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. And again, നമ്മൾ 2-3 ദിവസത്തിന് ശേഷമാണ് റീഡ് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് ആണ്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ യുവർ കറന്റ് സിറ്റുവേഷൻ എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്, എന്താണ് നിങ്ങൾക്കുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ്. സോ മോർ ഓവർ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കണക്ട് ചെയ്യുന്നത്, ഈ ഒരു റീഡിങ് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ കൂടെ ഒരാൾ ഇരിക്കുന്നത് പോലെയാണ്. ഓക്കെ, നിങ്ങളെ ലിസൺ ചെയ്യുന്നുണ്ട്, ഓൾറൈറ്റ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ കൂടെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യോ, ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓൾറൈറ്റ്, സോ നിങ്ങൾ വളരെ സന്തോഷമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ പോവാണെന്നുണ്ടെങ്കിൽ പോലും അവിടെയും ഒരു പ്രസൻസ് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളടുത്ത് വളരെ ക്ലോസ് ആയിട്ട് ഒരു പേഴ്സൺ നിൽക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എൻകറേജ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എനർജറ്റിക്കലി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഒരു പ്രസൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ സറൗണ്ടിങ്ങിലേക്ക് നോക്കുന്ന സമയത്ത്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില കാര്യത്തിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലോ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, അത് നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് ആയിരിക്കാം, നിങ്ങൾ കാണുന്ന നമ്പേഴ്സ് ആയിരിക്കാം, ഓർ നിങ്ങൾ വളരെ യൂണിക് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഇതുപോലത്തെ ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ മെയിൻ ആയിട്ട് ഈവൻ നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കൂടെ ഒരു എനർജി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഓർ പ്രസൻസ്. ഓരോ ടൈമിൽ നമ്മൾ ഓരോ രീതിയിലായിരിക്കാം നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കാം. സോ ചില സമയത്ത് ഒരു മദർലി എനർജി ആയിരിക്കാം, ഒരു ഫാദർലി എനർജി ആയിരിക്കാം, ഒരു പ്രൊട്ടക്ഷൻ ആയിരിക്കാം. ചില സമയത്ത് നമ്മളുടെ അതേ ലെവലിൽ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം ആ ഒരു എനർജി. വളരെ എക്സൈറ്റഡ് ആയിട്ട്, വളരെ യങ് ആയിട്ടുള്ള എനർജി ആയിരിക്കാം നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ അങ്ങനെ നിങ്ങൾക്കൊരു ഡിവൈൻ പ്രസൻസ് ഉണ്ടാവുന്നുണ്ട്, ഡിവൈൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. സ്പെഷ്യലി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ് ആയി നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, എന്തോ ഒരു കാര്യം നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്യാണ്, എന്തോ ഒരു കാര്യത്തിലേക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ പോകുന്നുണ്ടായിരിക്കണം, അല്ലെ? സോ അവിടെ വളരെ കൗതുകത്തോട് കൂടിയിട്ട്, അല്ലെ, നിങ്ങളെക്കാളും എക്സൈറ്റഡ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളുടെ ആക്ഷൻ ഫോളോ ചെയ്യുന്ന ഒരു പ്രസൻസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തിലാണോ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്നത് അത് നിങ്ങൾക്ക് ഒരുപാട് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സക്സസ് കൊണ്ടുതരുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈവൻ നിങ്ങൾ വരുത്തുന്ന ചില മാറ്റങ്ങളായിരിക്കാം, നിങ്ങൾ കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം, പുതുതായിട്ട് വന്നിട്ടുള്ള ചില മാറ്റങ്ങളായിരിക്കാം. ആൻഡ് സി വാട്ട് ഈസ് ഹാപ്പനിങ്. ഓൾറൈറ്റ്, സോ ഒരു ഗ്രേറ്റ് കമ്പാക്ക് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ സപ്പോർട്ട്, നിങ്ങൾക്കൊരു സാരഥി നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു സാരഥിക്ക് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഈ ഒരു സമയത്ത് നിങ്ങൾ എൻഗേജ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു പേർപ്പസ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ചില മാർഗങ്ങളുണ്ട്, ലക്ഷ്യം ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചിലത് നിങ്ങൾ എൻഗേജ്ഡ് ആവാൻ പോകുന്നത് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ റിട്ടേൺ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ അതിൽ അങ്ങനത്തെ ഒരു പാത്തിലൂടെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആക്ഷനിലാണ് ഈ ഒരു സമയം നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കുക. വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു സാരഥി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഗൈഡ് ചെയ്യാൻ, നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ, ലൈക്ക് ദിസ്. ഓക്കെ, സോ ഒരു എനർജി നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നിങ്ങൾ പല കാര്യങ്ങളും ഈ സമയത്ത് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉണ്ട് ചില ആളുകൾക്ക്. സോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ താല്പര്യത്തോടു കൂടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ ഈവൻ നിങ്ങൾക്ക് വലിയൊരു സപ്പോർട്ട് പുറമേ നിന്നൊന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട്, നിങ്ങൾക്ക് വേണ്ട ആളുകൾ ഓൾറെഡി നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, സോ അവരില്ല, ഇവരില്ല, അവർ സപ്പോർട്ട് ചെയ്തിട്ടില്ല, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ട ആള് ഈ ഒരു ടൈമിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ആള് അതിന്റെ ഒരു ഫിസിക്കൽ പ്രസൻസ് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ കൂടുതൽ തിരിച്ചറിയുന്നതും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൂടുതൽ തിരിച്ചറിയുന്നതും നിങ്ങളുടെ പേർപ്പസ് കൂടുതൽ തിരിച്ചറിയുന്നതുമായിട്ടുള്ള ഒരു ജേർണിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, സോ നിങ്ങളെ പറ്റിയിട്ടുള്ള വളരെ ഇന്റൻസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രോസസ്സിൽ. ഓക്കെ, സോ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മൾ ഇതുവരെ നമ്മളെ മനസ്സിലാക്കാത്ത ചില കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ചില പ്രോസസ്സ് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ചില ചാലഞ്ചസ് നിങ്ങളുടെ
ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം നിങ്ങൾ എന്താന്നുള്ളത്, നിങ്ങളുടെ ഒരു ട്രൂ വേർഷൻ അല്ലെങ്കിൽ നിങ്ങളൊരു ഹയർ സെൽഫിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ ആ ഒരു പ്ലേസിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ഡീപ്പായിട്ട് തിരിച്ചറിയും. ഓക്കെ, സോ ഇമോഷണൽ ലോസസ് മേ ബി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ചില ആളുകൾ വരും, ചില ആളുകൾ പോകും, ചില കാര്യങ്ങൾ വരും, ചില കാര്യങ്ങൾ പോകും. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ എന്താണോ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്തും നിൽക്കേണ്ടതായിട്ടുള്ളത് അത് നിങ്ങൾ പിടിച്ചു നിർത്താനൊന്നും ശ്രമിക്കേണ്ട കാര്യമില്ല. നിൽക്കേണ്ടത് ഡെഫിനറ്റ്ലി നിൽക്കും വിത്തൗട്ട് എനി ഫോഴ്സ്. ഓൾറൈറ്റ്, സോ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിൽ അല്ലെങ്കിൽ പോകുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് സ്ട്രക്ക് ആയിട്ട് നിൽക്കാതിരിക്കുക. ആ ഒരു കാര്യം പോയി, അത് നഷ്ടമായി, അവരെ നഷ്ടമായി, അവർ പോയി, ബ്രേക്കപ്പായി, എന്താണ് സിറ്റുവേഷൻ എങ്കിൽ. ഓക്കെ, സോ കാരണം ഈ ഒരു ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ വളരെ മേജർ പേർപ്പസിലൂടെയാണ് പോകുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു എയിം വലുതാണ്. ഓക്കെ, സോ നിങ്ങൾ പ്രോബബ്ലി നിങ്ങൾ ചെറിയ ചെറിയ കാര്യത്തിലൊന്നും സ്റ്റക്ക് ആയിട്ട് നിൽക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ടാവില്ല. ഓക്കെ, സോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ചില ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ ഡീൽ ചെയ്യാന്നുള്ളതാണ് വലിയൊരു സ്ട്രഗിൾ ആയിട്ടുണ്ടായിരിക്കുക അല്ലെ. സോ ചില മാറ്റങ്ങൾ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല ഇനീഷ്യലി, റൈറ്റ്? അത് ഈവൻ നമ്മൾ പുതിയൊരു ശീലാണെന്നുണ്ടെങ്കിൽ പോലും അല്ലെ. സോ അങ്ങനത്തെ ഒരു പ്ലേസിൽ നമ്മുടെ ലൈഫിൽ ഒരു മേജർ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാവുകയാണ്. സോ അവിടെ ഒരുപാട് സ്ട്രഗിൾ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ നമ്മളുടെ അതുവരെയുള്ള ഒരു വിശ്വാസത്തിൽ മാറ്റങ്ങൾ വരികയാണ്, അതുവരെയുള്ള ഒരു ചിന്താഗതിയിൽ മാറ്റങ്ങൾ വരികയാണ്, അതുവരെയുള്ള പല ശീലങ്ങൾക്കും ആക്ഷനിലും ഒക്കെ മാറ്റങ്ങൾ എടുക്കേണ്ടി വരികയാണ്. നമ്മളായിട്ട് എടുക്കുന്നതും ആയിക്കൊള്ളണമെന്നില്ല. ചില ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾ അങ്ങനെയാണ് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അത് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചില ആളുകൾക്ക്. ഓക്കെ, സോ അതുകൊണ്ടായിരിക്കും നിങ്ങളെ കൂടെ ഒരാൾ വന്നിരുന്ന് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പക്ഷെ എന്തോ ഒരു റീസൺസ് കൊണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല അല്ലെ. സോ ആ ഒരു ടൈമിലാണ് നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ സപ്പോർട്ട് ഉണ്ടാവുന്നത്, നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ എൻഗേജ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ടായിരിക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ചില സിറ്റുവേഷൻസ് കാണിച്ചു തരുന്നുണ്ടായിരിക്കണം. അതായത് നിങ്ങൾ എന്ന വ്യക്തിയെ എക്സ്പോസ്ഡ് ആക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ അത് മേ ബി മറ്റുള്ള ആളുകളിൽ നിന്നായിരിക്കാം നിങ്ങൾ അത് അറിയുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഏതൊക്കെയോ രീതിയിൽ ഉണ്ടാവുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മളൊരു ഷാഡോ വോക്ക് കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് പോലെ, അതായത് നമ്മൾ എന്താന്നുള്ളത് നമ്മളുടെ ഒരു സിറ്റുവേഷൻ എന്താന്നുള്ളത് കൂടുതൽ മനസ്സിലാക്കുക. അങ്ങനെ പെട്ടെന്ന് ഇപ്പൊ ഒരു മിറർ പോലെ നിങ്ങൾ എന്താന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കണം. അതിന് മേ ബി ലൈക്ക് അത് ചില സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ എന്താന്നുള്ളത് കൂടുതൽ കാണാൻ വേണ്ടി. ഓക്കെ, ബിക്കോസ് നിങ്ങൾ എന്താന്നുള്ളത് അറിഞ്ഞാലേ നിങ്ങൾ എന്നൊരു വ്യക്തി, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ആക്ഷൻ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് അവിടെ മാറ്റങ്ങൾ ആക്ഷൻ എടുക്കാൻ സാധിക്കുള്ളൂ അല്ലെ. സോ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മാക്സിമം കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതും മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നതും കാര്യങ്ങൾ പ്രാക്ടിക്കാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, പ്രോസ്പെരിറ്റിയിലേക്ക്, കുറച്ചൊരു സമൃദ്ധിയിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഒരു ലൈഫ് പാത്ത് അല്ലെങ്കിൽ നിങ്ങൾ പോകേണ്ട കാര്യം തന്നെ ആയിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ പോയിട്ടുള്ള വഴിയിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും കണക്ട് ചെയ്യാനോ സോൾവ് ചെയ്യാനോ പറ്റിയിട്ടുണ്ടാവില്ല. ഓക്കെ, സോ ഇനി സെയിം കാര്യം തന്നെയാണ്, നിങ്ങൾ ഡീൽ ചെയ്യുന്ന പ്രശ്നം ഒക്കെ സെയിം തന്നെ ആയിരിക്കാം, നിങ്ങൾ എത്തേണ്ടതായിട്ടുള്ള പേർപ്പസ് ഒക്കെ സെയിം തന്നെ ആയിരിക്കാം, പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള പാത്ത് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് പുതിയൊരു ഡയറക്ഷനിലേക്ക് വരാണ്. ഓക്കെ, സോ അങ്ങോട്ട് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങളെ ആ വഴിയിൽ കൂടെ നിങ്ങളുടെ ഒരു പാത്ത് ഷെയർ ചെയ്യാനോ നിങ്ങൾക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഈ ഒരു ടൈമിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില മാറ്റങ്ങൾ നാച്ചുറലി സംഭവിക്കുന്ന സമയത്ത് അത് അലോ ചെയ്യാം. ഓക്കെ, അത് നഷ്ടങ്ങളായിരിക്കാം. കാരണം ഈ ഒരു സ്റ്റേജിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ചില ഇമോഷണൽ ലോസസ് ആയിരിക്കാം. ആരെങ്കിലും നഷ്ടപ്പെടുക, ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ ചില ക്ലാഷസ് ഉണ്ടാവുക, ചില ആളുകളെ പറ്റിയിട്ട് നിങ്ങൾ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുക, നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ അറിയാം, ചില സിറ്റുവേഷൻ, അത് ഈവൻ നിങ്ങളെ പറ്റിയിട്ട്, ആളുകൾ മാത്രം എന്നുള്ളതല്ല. ഓക്കെ, നിങ്ങളെ പറ്റിയിട്ട് പല കാര്യങ്ങളും അറിയുന്ന സമയത്ത് നിങ്ങളത് ഒരുപാട് ബ്രേക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ഒരുപാട് ഷോക്ക് ആവുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്നൊക്കെ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണോ പെരുമാറിയത്, ഞാൻ എന്തൊക്കെയാണ് പെരുമാറിയത്, എന്തൊക്കെയാണ് ഞാൻ ചെയ്തു കൂട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എന്റെ ടൈം സ്പെൻഡ് ചെയ്തത്, ഇങ്ങനത്തെ ചില തിരിച്ചറിവ്, സെൽഫ് റെക്കഗ്നീഷൻ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്. അതാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. ഓക്കെ, സോ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിൽക്കുന്നെന്ന് മനസ്സിലാക്കിയാലാണ്
നമ്മുടെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയാലാണ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുക. അതാണ് നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സെൽഫ് റെക്കഗ്നേഷൻ ഉണ്ടാവുന്നുണ്ട്, അതിനുള്ള കാര്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ആ ഒരു എനർജി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബട്ട് ഈ ഒരു ടൈമിൽ ഇപ്പൊ നിങ്ങൾ എന്തൊക്കെ അപ്പ് ആൻഡ് ഡൗൺസിലൂടെ പോകുന്ന സമയത്തും എന്തൊക്കെ നഷ്ടങ്ങളോ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്തും ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേർപ്പസ് ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾ പോകുന്ന സിറ്റുവേഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഒരു പ്രശ്നം ക്ലോസ് ചെയ്യാന്നുള്ളതായിരിക്കാം നിങ്ങളുടെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത് ലൈഫിന്റെ, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങളുടെ കാർമിക് സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ടുള്ള ചില കർമ്മ, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻ. സോ അതൊന്ന് പുറത്തേക്ക് വരണ്ടേ, റൈറ്റ്? സോ അതിനുള്ള കാര്യങ്ങളാണ് ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഒരേ രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് മടുക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? സോ ചില മാറ്റങ്ങൾ ഉണ്ടാവണം, പുതിയ തോട്ട്സ് ഉണ്ടാവണം, നിങ്ങൾക്ക് അവിടെ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവണം. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ്, അല്ലെങ്കിൽ അതാണ് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. അങ്ങനത്തെ സത്യങ്ങളാണ് നിങ്ങൾ തിരിച്ചറിയുന്നത്. ഓക്കെ, ജസ്റ്റ് സീ ദിസ്. ഓക്കെ, സോ ഞാൻ ഇനിഷ്യലി പറഞ്ഞ കാര്യം നിങ്ങളെ കണക്ട് ചെയ്യാം. ഇത് നിങ്ങളാണെന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. ആൻഡ് ബാക്കിൽ ആരാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? ഒരു പ്രസൻസ് നിങ്ങൾക്ക് ഉണ്ട് അവിടെ, അല്ലെ? ഒരു ഫിസിക്കൽ ഫോം ഉണ്ട് അവിടെ, നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ, റൈറ്റ്? ഒരു വലിയൊരു ശരീരം ഉണ്ട് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന. മേ ബി നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങളുടെ ഈവൻ ലൈക്ക് ചില ആളുകൾക്ക് നിങ്ങളുടെ ഫാമിലി ടെമ്പിളോ അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള പ്രൊട്ടക്ഷൻ ആയിരിക്കാം. ഓക്കെ, സോ അവിടെ ആരാണോ നിങ്ങളുടെ ഫാമിലി പ്രൊട്ടക്ട് ചെയ്യുന്നത്, സോ എനർജി ഉണ്ടായിരിക്കണം, അല്ലെ? സോ നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള ക്ഷേത്രമോ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഏത് റിലീജിയനിലാണോ വിശ്വസിക്കുന്നത് അവിടെ നിങ്ങളുടെ ഫാമിലി പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഫാമിലി വിശ്വസിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കണം, അല്ലെ? അവിടെ നിന്നുള്ള പ്രൊട്ടക്ഷൻ ആയിരിക്കാം, നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന്റെ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിറ്റ് ആയിരിക്കാം നിങ്ങളെ ഈ ഒരു സമയത്ത് ഗൈഡ് ചെയ്യുന്നത്. ആൻഡ് സീ ഹൗ പവർഫുൾ ദീസ് കാർഡ്സ് ആർ. ഓക്കെ, സോ ഗെറ്റ് റെഡി. പുതിയൊരു പാത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ലിറ്ററലി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ലൈഫാണ്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അവിടെ, പക്ഷെ ഇതുവരെ നിങ്ങൾ അത് ഇത്ര സമയമായിട്ട് നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്തു, അങ്ങനെയല്ല ഇനി നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സൊല്യൂഷൻ ഉണ്ടാവുകയാണ് അവിടെ. ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾ അവിടെ യൂസ് ചെയ്യാണ്, ലൈഫിൽ അപ്ലൈ ചെയ്യാണ്. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നിങ്ങൾ ഇത്ര കാലമായിട്ട് പോയിട്ടുള്ള ഒരു സ്ട്രഗിൾ മേ ബി നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കും, റൈറ്റ്? സോ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ലിറ്ററലി നിങ്ങളൊരു പുതിയൊരു ലൈഫ്, പുതിയൊരു ബർത്ത്, പുതിയൊരു സ്റ്റാർട്ട്, ലൈഫ് ഒന്ന് റീഫ്രഷ് ചെയ്യുന്നത് പോലെ, റീസ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ, മൊത്തത്തിലൊന്ന് അഴിച്ചു പണിഞ്ഞ് നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യുന്നത് പോലെ. ഈ ഒരു കാർഡ് വീണ്ടും വന്നിട്ടുള്ളതാണ് ഷാഡോ. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ഇത് ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഫൈനലി നിങ്ങൾ ഇതിലേക്ക് വരേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ അതിലേക്ക് കണക്ട് ചെയ്യും. സോ നമുക്ക് ചില സെൽഫ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മൾ മാറ്റേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ചില വിശ്വാസങ്ങൾ, നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ് എന്നൊക്കെ പറയുന്നത് പോലെ. സോ അത് നിങ്ങൾ എത്ര മാറ്റി വെച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യാണ്ട് മാറ്റി വെച്ചാലും, അതായത് ചില മാറ്റങ്ങൾ നമ്മൾ എത്ര ഇഗ്നോർ ചെയ്താലും എൻഡ് ഓഫ് ദി ഡേ നമ്മൾ അത് പോയിട്ട് ഫേസ് ചെയ്യേണ്ടി വരും, അല്ലെ? അതുപോലെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചില മാറ്റങ്ങൾ. നിങ്ങളുടെ ആ ഒരു ഉള്ളിലുള്ള മാറ്റങ്ങൾ എത്ര മാറ്റി വെക്കാൻ നോക്കിയാലും എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് ഇങ്ങോട്ട് തന്നെ വരണം, നിങ്ങൾ പോകുന്ന ഒരു സിറ്റുവേഷൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ അത് ഡിപ്പെൻഡ്സ്, ഓരോരുത്തരും നിങ്ങൾക്ക് എത്ര ടൈം വേണം, നിങ്ങൾക്ക് എത്ര കാലം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോവാം. ബട്ട് എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ പുതിയൊരു സിറ്റുവേഷനിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ബ്രേക്ക് ചെയ്യണം, ഈ ഒരു കാര്യം നിങ്ങൾ ഫേസ് ചെയ്യണം, എക്സ്പീരിയൻസ് ചെയ്യണം. മുന്നോട്ട് നിങ്ങൾ വരണം. എത്ര ടഫ് ആണെന്നുണ്ടെങ്കിലും പുതിയ പാത്ത് നിങ്ങൾ ചൂസ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എത്ര ഇഗ്നോർ ചെയ്താലും, ഈവൻ നിങ്ങൾ വിചാരിക്കുകയാണ് എന്റെ വിധിയാണെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ടൈമിൽ നിങ്ങൾ അതൊന്ന് പുറത്തേക്ക് വന്നേ പറ്റുള്ളൂ. ഈവൻ ഓക്കെ, സോ ചില ആളുകൾ ഉണ്ടാവും എന്നെ കൊണ്ട് ഇത് പറ്റില്ല, ഞാൻ എന്തായാലും എന്ത് ചെയ്താൽ ഞാൻ എന്തായാലും തോറ്റു പോവും, എന്റെ ഒരു കർമ്മയാണ്, എന്റെ ഒരു ലൈഫിന്റെ ഒരു സ്ട്രഗിൾ ആണ് ഇത് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് അവിടെ സ്റ്റക്ക് ആവുകയാണെന്നുണ്ടെങ്കിലും, നിങ്ങൾ എത്ര വർഷം നിങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും ഒരു ടൈമിൽ നിങ്ങൾ ഇത് ഫേസ് ചെയ്ത് പുറത്തേക്ക് തന്നെ വരേണ്ടി വരും. ചില സത്യങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും, ചില സത്യങ്ങൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നുണ്ടായിരിക്കണം, ചില റിയാലിറ്റി നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ ഒരു ഫാന്റസിയിലായിരിക്കാം കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ഒരു ടൈമിൽ നിങ്ങൾ ആ ഒരു സ്വപ്നലോകത്ത് നിന്ന് ഇറങ്ങി വരണം. റിയാലിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം, റിലേറ്റ് ചെയ്യാൻ നിങ്ങൾ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്.
ഓക്കെ, സോ അതാണ് നിങ്ങളുടെ ഒരു പേർപ്പസ്, അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ ഒരു മിഷൻ. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സപ്പോർട്ട്, ചില പ്ലേസിൽ നിന്ന് ഓവർകം ചെയ്യാൻ, ചില കാര്യങ്ങൾ നഷ്ടപ്പെടുത്താൻ നിങ്ങൾക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്, നിങ്ങളെ നോക്കുന്നുണ്ട്. വെയിറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് വളരെ പവർഫുൾ റീഡിംഗ്. ഇത് എത്രമാത്രം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് പറയാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ഇത് നിങ്ങളൊരു എന്താ പറയാ വിഷമായിട്ടോ, എനിക്കറിയാം ചില കാര്യങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മാറ്റം വരും, നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാൻ, ഇത് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, അറിഞ്ഞോ അറിയാതെ നിങ്ങൾ എന്റെ വോയിസ് കേൾക്കുന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്കുള്ള മെസ്സേജ് ആണ്. ഓക്കെ, നിങ്ങൾ കേൾക്കേണ്ട മെസ്സേജ് ആണ്. അത് മേ ബി ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാം, ബട്ട് നാളെ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത് കണക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, അഗെയിൻ ഇത് ജനറിക് റീഡിംഗ് ആണ്. റിലേറ്റ് വിത്ത് യുവർ സിറ്റുവേഷൻ. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എടുക്കാം, വേണ്ട രീതിയിൽ കാര്യങ്ങൾ എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.